എല്ലാവർക്കും നമസ്കാരം. സ്കോളേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡീഷണൽ സ്പെഷ്യലൈസേഷന് അപേക്ഷ വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരികയുണ്ടായി. ഇതെന്താണ്, ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ഒരുപാട് സംശയങ്ങളും അവർ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് എന്താണ് ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് ബിരുദങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ബിരുദ പ്രോഗ്രാമാണ് ബികോം എന്ന് പറയുന്നത്. ഈ കോഴ്സിൻ്റെ പ്രത്യേകത ഇതിന് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ ബികോം കോർപ്പറേഷൻ കഴിഞ്ഞ ആളുകളായിരിക്കും, ചില ആളുകൾ ബികോം ഫൈനാൻസ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളായിരിക്കും, മറ്റു ചിലരാണെങ്കിൽ ചിലപ്പോൾ ബികോം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് കഴിഞ്ഞ ആളുകളായിരിക്കും. അപ്പോൾ ബികോം ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിന്. എന്താണ് ഈ സ്പെഷ്യലൈസേഷൻ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? സാധാ ബികോമായിട്ട് ഇതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കുറേ സംശയങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ നമ്മൾ മാസ്റ്റർ ആവുക എന്നുള്ളതാണ്. അതിനായി ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ ബികോം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആദ്യ 2 വർഷം പഠിക്കുന്നത് ഒരേ സബ്ജക്റ്റ് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ആദ്യ വർഷം 2ാം വർഷം എല്ലാം ഒരേ വിഷയം തന്നെയാണ് പഠിക്കുന്നത്. എന്നാൽ 3ാം വർഷമാവുന്ന സമയത്ത്, അതായത് നമ്മുടെ 5th സെമസ്റ്ററിൻ്റെയും 6th സെമസ്റ്ററിൻ്റെയും സമയമാവുമ്പോഴാണ് ഈ സ്പെഷ്യലൈസേഷൻ്റെ പ്രത്യേകത. അതായത് 5th സെമസ്റ്റർ പഠിക്കുന്ന ഒരു ബികോം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പഠിക്കുന്ന 5 വിഷയങ്ങളിൽ 3 വിഷയം കോമൺ വിഷയങ്ങളാണ്. അതായത് ബികോം ഫൈനാൻസ് എടുത്ത ആളാണെങ്കിലും ബികോം കോർപ്പറേഷൻ എടുത്ത ആളാണെങ്കിലും ഇനി ബികോം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എടുത്ത ആളാണെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ് ഈ 3 എണ്ണം. എന്നാൽ 5th സെമസ്റ്ററിൽ വരുന്ന 5 വിഷയങ്ങളിൽ 2 വിഷയങ്ങൾ അവരുടെ സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ് ആയിരിക്കും. അതായത് ബികോം കോർപ്പറേഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 3 കോർ പേപ്പറുകളും, അതായത് എല്ലാ ബികോം എടുത്ത വിദ്യാർത്ഥികളും പഠിക്കുന്ന വിഷയവും 2 വിഷയം എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യലൈസേഷൻ പേപ്പറും ആയിരിക്കും. ഇത് എല്ലാ സ്പെഷ്യലൈസേഷനും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ 5th സെമസ്റ്ററിലെ 2 വിഷയങ്ങളാണ് സ്പെഷ്യലൈസേഷൻ പേപ്പർ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. 3 പേപ്പർ ഓൾറെഡി കോമൺ പേപ്പർ ആയിരിക്കും. അങ്ങനെ 5 വിഷയങ്ങളാണ് 5th സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. ഓപ്പൺ കോഴ്സ് കൂടെ ആഡ് ചെയ്താൽ 6 വിഷയം ഉണ്ടായിരിക്കും. ഇനി 6th സെമസ്റ്റർ ആവുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. 6th സെമസ്റ്ററിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ 2 വിഷയം സ്പെഷ്യലൈസേഷൻ പേപ്പർ ആയിരിക്കും. അതായത് ഫൈനാൻസ് എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 6th സെമസ്റ്ററിൽ ഫൈനാൻസിൻ്റെ 2 വിഷയങ്ങളായിരിക്കും പഠിക്കേണ്ടി വരിക. കോർപ്പറേഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ കോർപ്പറേഷൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കേണ്ടി വരിക. എന്തു തന്നെയായാലും ഈ അവസാന വർഷത്തിൽ വരുന്ന 4 സബ്ജക്റ്റുകളിലാണ് ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയുക. കോർപ്പറേഷൻ എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ്റെ 4 വിഷയങ്ങളായിരിക്കും അവർ അവസാന വർഷം പഠിക്കുന്നുണ്ടാവുക. ഇനി ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എടുത്തൊരു കുട്ടിയാണെങ്കിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ 4 വിഷയങ്ങളായിരിക്കും അവസാന വർഷം അവർ പഠിക്കുന്നുണ്ടാവുക. ഇതാണ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഇനി എന്താണ് അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് നോക്കാം. ഉദാഹരണത്തിന് ബികോം കോർപ്പറേഷൻ പൂർത്തിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ബികോം കോർപ്പറേഷൻ സ്പെഷ്യലൈസേഷനായി എടുത്തിട്ടുള്ള ഒരു ബിരുദമായിരിക്കും. അദ്ദേഹത്തിനൊരു ആഗ്രഹം, എനിക്ക് ബികോം ഫൈനാൻസ് കൂടെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഡിഗ്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ വർഷം 2ാം വർഷം 3ാം വർഷം 3 വർഷം പഠിച്ചിട്ടാണ് ഒരു കുട്ടി ഡിഗ്രി നേടുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഫൈനാൻസ് ബിരുദം നേടണമെങ്കിൽ, ബികോം ഫൈനാൻസ് ബിരുദം നേടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5th സെമസ്റ്ററിലെയും 6th സെമസ്റ്ററിലെയും അധികമായിട്ട് നമ്മൾ പഠിക്കുന്ന ഈ 4 വിഷയങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും. ബികോം ഫൈനാൻസ് ആണ് അദ്ദേഹത്തിൻ്റെ കോർ വിഷയമെങ്കിൽ അദ്ദേഹത്തിന് ബികോം കോർപ്പറേഷൻ ബിരുദധാരി ആവണമെങ്കിൽ ബികോം കോർപ്പറേഷൻ്റെ 4 വിഷയങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും.
ഇനി ബികോം കോപ്പറേഷൻ എടുത്ത ഒരാളാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ബികോം കോപ്പറേഷൻ എടുത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഫൈനാൻസ് ബിരുദം, ബികോം ഫൈനാൻസ് ബിരുദം വേണമെങ്കിൽ ഫൈനാൻസിൻ്റെ 4 പേപ്പറുകൾ എഴുതിയെടുത്താൽ മതിയാകും. സാധാരണ രീതിയിൽ ഇനി വരുന്ന മാസങ്ങളിൽ 5th സെമസ്റ്ററിൻ്റെ പരീക്ഷകൾ നടക്കും. ആ സമയത്താണ് ഈ 5th സെമസ്റ്ററിലെ 2 പേപ്പറുകൾ നമ്മൾ എഴുതിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ 6th സെമസ്റ്ററിൻ്റെ പരീക്ഷയും വൈകാതെ നടക്കും. അപ്പോൾ ആ സമയത്താണ് 6th സെമസ്റ്ററിൽ വരുന്ന 2 പേപ്പറുകൾ നമ്മൾ എഴുതിയെടുക്കേണ്ടത്. അങ്ങനെ ഈ ഒരു വർഷം കൊണ്ട് ഈ 4 പേപ്പറുകൾ എഴുതിയെടുത്തതിന് ശേഷം പുതുതായി ഒരു സബ്ജക്റ്റിൽ കൂടി, പുതുതായ ഒരു വിഷയത്തിൽ കൂടി നമുക്ക് ബിരുദം എടുക്കാനായിട്ട് സാധിക്കും. അതായത് ബികോം കോപ്പറേഷൻ എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിന് ബികോം ഫൈനാൻസിൽ കൂടി ബിരുദം എടുക്കാനായിട്ട് സാധിക്കും. അതിന് ഈ 5th സെമസ്റ്ററിലും 6th സെമസ്റ്ററിലും ഉള്ള ഈ സ്പെഷ്യലൈസേഷൻ വിഷയങ്ങളായിട്ടുള്ള 4 സബ്ജക്റ്റ് മാത്രം പരീക്ഷ എഴുതിയാൽ മതി. ഇതാണ് അഡീഷണൽ സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൂടുതലായും ബികോം ഫൈനാൻസ്, അതുപോലെ തന്നെ ബികോം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ഇത്തരത്തിലുള്ള ബികോം ബിരുദം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ വരുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് കൊടുക്കുന്നത്. കാരണം ബികോം കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ബിരുദം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പേരും ഈ ഒരു അവസരം മുതലെടുക്കുന്നത്. കാരണം ബികോം കോപ്പറേഷൻ പാസ്സാവുക എന്ന് പറയുന്നത് പല പരീക്ഷകൾക്കുള്ള ഒരു യോഗ്യത കൂടിയാണ്. ഇപ്പം നമ്മുടെ CSEB നടത്തുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾ എഴുതണമെങ്കിൽ 2 കാര്യമാണ് അവിടെ വേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഒന്നല്ലെങ്കിൽ കോപ്പറേഷൻ സ്പെഷ്യലൈസേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ബികോം ബിരുദം പാസ്സാവണം. അതാണ് അതിൻ്റെ ഒരു യോഗ്യത. ഇതല്ലെങ്കിൽ സാധാ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനോട് കൂടിയ ബികോം എടുക്കുകയും പിന്നീട് JDC എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. JDC എന്ന് പറയുന്ന 6 മാസത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള എക്സാമുകൾ എഴുതാനായിട്ട് സാധിക്കുക. JDCയും HDCയും ഉണ്ട്. ഇതാണ് 2 കോഴ്സുകൾ. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാമുകൾ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബികോം കോപ്പറേഷൻ പാസ്സായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ബികോം ഫൈനാൻസ് എടുത്ത അല്ലെങ്കിൽ ബികോം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എടുത്ത പല വിദ്യാർത്ഥികളും ബികോം കോപ്പറേഷൻ എഴുതിയെടുക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനുള്ള രജിസ്റ്റർ ചെയ്യാനായിട്ട് ലിങ്ക് യൂണിവേഴ്സിറ്റി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അക്കാഡമി നിങ്ങളുടെ ആ ഭാഗമെല്ലാം ടേക്ക് കെയർ ചെയ്തോളും. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ബികോം കോപ്പറേഷൻ ബിരുദം നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എഴുതിയെടുക്കുന്നത് കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 ബിരുദമാണ് ഉണ്ടാവുക. ഒന്ന് ബികോം ഇൻ ഫൈനാൻസ്, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ കോർ പേപ്പർ, അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ആദ്യം എടുത്ത സ്പെഷ്യലൈസേഷൻ, അതിലൊരു ബിരുദം ഉണ്ടാവും. കൂടാതെ നമ്മൾ എഴുതിയെടുത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ എഴുതിയെടുക്കുന്ന സ്പെഷ്യലൈസേഷനിലും നമുക്കൊരു ബിരുദം ഉണ്ടാവും. അപ്പം ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിരുദം കൂടി നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക. വളരെ നല്ലൊരു അവസരമാണ് ഇപ്പം വന്നിട്ടുള്ളത്. കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാം. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ചോദിക്കാം. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബികോം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പം വന്നിട്ടുള്ളത്. പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ നമ്പറായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. We are always ready to help you, and thank you for watching this video. Thank you.